ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വളരെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച മത്സരാർത്ഥിയായിരുന്നു അസിറോക്കി. തുടക്കത്തിൽ ബിഗ് ബോസിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥി, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ട് നടത്തിയ മത്സരാർത്ഥി, അതൊക്കെയാണ് അസിറോക്കി. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും റോക്കി ഇതുവരെ ഒരു അഭിമുഖമോ ബിഗ് ബോസിലെ അനുഭവങ്ങളോ പങ്കുവച്ചിരുന്നില്ല. ഇപ്പോഴത്തെ അസിറോക്കി നൽകിയ ഏറ്റവും പുതിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസിലെ തന്റെ അനുഭവങ്ങളാണ് അസിറോക്കി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ബിഗ് ബോസിൽ 16 ദിവസമാണ് അസിറോക്കി നിന്നത്. മത്സരാർത്ഥികൾക്ക് പല തരത്തിലുള്ള ഗെയിം പ്ലാൻ ഉണ്ടെന്നും എന്നാൽ അവസാനം ബിഗ് ബോസിന്റേതായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടെന്നും ആ പ്ലാൻ വരുമ്പോൾ അവിടുത്തെ പല പ്ലാനുകളും മാറിപ്പോകുമെന്നും അസിറോക്കി പറയുന്നുണ്ട്. ആദ്യ സമയത്തുണ്ടായ ജിൻഡോ സിജോ വഴക്കിനെ കുറിച്ചും റോക്കി സംസാരിക്കുന്നുണ്ട്. തുടക്ക സമയത്ത് ഹൗസിൽ ജിൻഡോയും സിജോയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും സിജോ 2-3 തവണ ജിൻഡോയുടെ നെഞ്ചത്ത് സ്ട്രോങ് ആയി വരച്ചുവെന്നും അത് കഴിഞ്ഞ് സിജോ ജിൻഡോയെ പിടിച്ചു മാറ്റിയെന്നും അത് കഴിഞ്ഞപ്പോൾ ജിൻഡോ സിജോയുടെ പേരിൽ ഫിസിക്കൽ അസോൾട്ടിന് പരാതി കൊടുത്തുവെന്നും പരാതി പരിഹരിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ പുറത്തുപോയി കിടന്നുവെന്നും റോക്കി പറയുന്നുണ്ട്. താനാണ് അവിടെ ആദ്യം എഴുന്നേൽക്കുന്ന വ്യക്തി. താൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ജിൻഡോയുടെ കയ്യിൽ നഖം കൊണ്ടതിന്റെ നീരായെന്നും ജിൻഡോ തന്നെ അത് കാണിച്ചുവെന്നും സിജോയുടെ നഖം കൊണ്ടതിന്റെ മുറിവ് ജിൻഡോയുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും റോക്കി പറയുന്നു. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു പൊറാട്ട നാടകമുണ്ടെന്നും രണ്ടുപേരും തമ്മിൽ നടത്തിയ സൈക്കോളജിക്കൽ ഡ്രാമയുണ്ടെന്നും ജിൻഡോ സ്വയം കയ്യിൽ മുറിവുണ്ടാക്കിയതാണെന്നും ജിൻഡോയ്ക്കെതിരെ റോക്കി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ജിൻഡോയ്ക്ക് നിരവധി ആരാധകരുണ്ടെന്നും തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വരുന്ന തെറികൾക്കും പൊങ്കാലയ്ക്കും കണക്കില്ല എന്നും എന്നാലും അത്തരത്തിലുള്ള കമന്റ്സ് ഒന്നും താൻ നോക്കാറില്ലെന്നും റോക്കി പറയുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ബിഗ് ബോസിൽ റോക്കി ഉപയോഗിച്ചിരുന്ന ബോട്ടിൽ ലേലത്തിന് വെച്ചതിനെ കുറിച്ചും അവതാരക ചോദിക്കുന്നുണ്ട്. 16 ദിവസം ഉപയോഗിച്ച കുപ്പി 10 ലക്ഷം രൂപയ്ക്ക് ലേലത്തിന് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് വെറും ചീപ്പായിട്ടുള്ള ഷോ അല്ലേ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം. താൻ 6 വർഷം കാത്തിരുന്നാണ് ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് പോയതെന്നും 100% സമർപ്പണത്തോടെയാണ് താൻ ആ ഷോയിൽ നിന്നതെന്നും അവിടെ നിന്നും ആകെ കിട്ടിയത് വഴികാട്ടി എന്നുള്ള നിലയിൽ ഒരു മൊമെന്റോയും ആ ബോട്ടിലും മാത്രമാണെന്നും തന്നെ സംബന്ധിച്ച് ആ ബോട്ടിൽ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നുവെന്നും അതിനൊരു വാല്യൂ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ 10 ലക്ഷം രൂപ നൽകിയാലും താൻ അത് കൊടുക്കില്ല എന്നാണ് തന്റെ വീഡിയോയിൽ പറഞ്ഞതെന്നും റോക്കി പറയുന്നുണ്ട്. എന്നാൽ താനിട്ട വീഡിയോയുടെ ആദ്യം മാത്രം കേട്ടിട്ട് റീൽസ് ആക്കിയാണ് ഏവരും ഇട്ടതെന്നാണ് റോക്കി പറയുന്നത്. തനിക്കെന്താ 10 ലക്ഷം രൂപയ്ക്ക് ആ കുപ്പി വിൽക്കാൻ മാത്രം ബുദ്ധിയില്ല എന്നും റോക്കി ചോദിക്കുന്നുണ്ട്. അതേസമയം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് താൻ ഉപയോഗിച്ച വാട്ടർ ബോട്ടിൽ അസിറോക്കി ലേലത്തിന് വെച്ചത്. ആ വീഡിയോ ഇറങ്ങിയതിനു ശേഷം നിരവധി വിമർശനങ്ങളാണ് റോക്കിയെ തേടിയെത്തിയത്. എന്നാൽ വീഡിയോയുടെ അവസാനം റോക്കി ബോട്ടിൽ ആർക്കും കൊടുക്കില്ല എന്നും അത്രയും തനിക്ക് വിലപ്പെട്ടതാണെന്നുമാണ് പറയുന്നത്. എന്നാൽ പലരും റോക്കി പങ്കുവച്ച വീഡിയോയുടെ അവസാനം വരെ കാണാതെയാണ് റോക്കിയെ വിമർശിച്ചത്. അതേക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ അസിറോക്കി അഭിമുഖത്തിലും പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.